നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ നോക്കാം. പ്രധാന വാർത്തകൾ. 1-0 lift off normal. Bright morning of the New Year's Day made brighter by a majestic lift off. പുതുവർഷത്തിൽ ഇന്ത്യൻ യശസ് ഉയർത്തിയ ISRO. എക്സ്പോസാറ്റ് ഉപഗ്രഹ വിക്ഷേപണം വിജയം. 60ാം ദൗത്യത്തിലും വിശ്വാസ്യത കാത്ത് PSLV. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തം. ചില വ്യക്തികൾ സ്ഥാനം മറന്ന് പ്രവർത്തിക്കുന്നുവെന്ന് KCBC. പ്രസ്താവന കേരളത്തിന് അപമാനമെന്ന് V മുരളീധരൻ. വിരുന്നിൽ പങ്കെടുത്തതുകൊണ്ട് ബിഷപ്പുമാരുടെ നിലപാട് മാറില്ലെന്ന് രമേശ് ചെന്നിത്തല. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല. കേരളം നൽകിയ 10 മാതൃകകളും കേന്ദ്രം അംഗീകരിച്ചില്ല. പഞ്ചാബ്, ബംഗാൾ, ഡൽഹി സംസ്ഥാനങ്ങൾക്കും അനുമതിയില്ല. കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സിന് ഇന്ന് തുടക്കം. 4 മണ്ഡലങ്ങളിലെ സദസ്സിൽ മുഖ്യമന്ത്രി, മന്ത്രിമാരും എത്തും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത കനത്ത സുരക്ഷ. കണ്ണൂരിൽ ഗവർണറുടെ കോലം കത്തിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം 4 പേർക്കെതിരെ. ഗവർണറുടെ മുഖമുള്ള പപ്പാഞ്ഞിയെ കത്തിച്ചുള്ള പ്രതിഷേധം പുതുവർഷാഘോഷത്തിനിടെ. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഡേവിഡ് വാർണർ. ലോകകപ്പ് ഫൈനൽ അവസാന മത്സരം. ഇനി 2020 മാത്രം തുടരുമെന്നും വാർണർ. വിശദാംശങ്ങളിലേക്ക് നോക്കാം. പുതുവർഷത്തിൽ ഇന്ത്യൻ യശസ് ഉയർത്തിയ ISRO. എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. PSLVയുടെ 60ാം ദൗത്യം.